ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും വിവാഹത്തെ പറ്റിയിട്ടാണ്. മറ്റു സഹോദരന്മാരും വിധിപ്രകാരം വിവാഹം കഴിച്ചു എന്നുള്ള ഭാഗവും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. നമ്മൾ പറഞ്ഞിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു വില്ല് ഒടിച്ചു എന്നുള്ളത് അത് ശൈവചാപം ആണ് എന്നും പറഞ്ഞിരുന്നു. അതായത് മഹേശ്വരൻ്റെ ചാപമാണ്. ഈ വില്ല് ജനക മഹാരാജാവിന് കൊടുത്തത് പരശുരാമനാണ്. ശ്രീരാമചന്ദ്രൻ ആ വില്ലൊടിച്ചു എന്നുള്ള കാര്യം പരശുരാമൻ അറിയുന്ന ആ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി ഇരുന്ന് നിങ്ങൾ ഈ കഥകളൊക്കെ കേൾക്കണം. അങ്ങനെ വിവാഹം ഒക്കെ കഴിഞ്ഞു. ആ രാത്രി എല്ലാവരും ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസം പ്രഭാതമായി, സൂര്യൻ ഉദിച്ചു. ബന്ധുക്കളെല്ലാവരും ഇങ്ങനെ സഭ കൂടിയിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ അല്ലേ? കല്യാണത്തിന് എല്ലാവരും വരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടിയിരുന്ന് വർത്തമാനം പറയും. ജനകരാജാവിൻ്റെ രാജ്യത്തിൽ മംഗളവാദ്യങ്ങൾ മുഴങ്ങി. കല്യാണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സന്തോഷം, അങ്ങനെ ആകെ സന്തോഷകരമായ ഒരു അവസ്ഥയിലായിരുന്നു ജനകരാജ്യം, ജനക മഹാരാജാവിൻ്റെ രാജ്യം മുഴുവനും, മിഥിലാപുരി മുഴുവനും. വസിഷ്ഠൻ ജനക മഹാരാജാവിനോട് യാത്ര ചോദിക്കാനായിട്ട് ചെന്നു. വസിഷ്ഠൻ ആരാണ്? സൂര്യവംശത്തിലെ അയോധ്യയിലെ കുലഗുരുവാണ്. അങ്ങനെ വസിഷ്ഠൻ യാത്ര ചോദിക്കാനായിട്ട് ചെല്ലുന്നു. ജനക മഹാരാജാവിന് വളരെയധികം സങ്കടമായി. രാജാവ് പറയുകയാണ്, ഒരു വർഷം രാമനും സീതയും ഇവിടെ നിൽക്കട്ടെ, കുഞ്ഞുങ്ങൾ ഒരു വർഷം ഇവിടെ നിൽക്കട്ടെ എന്ന രീതിയിൽ ജനകൻ പറയുന്നു. ജനകൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദശരഥ മഹാരാജാവ് ജനകരാജാവിനോട് പറയുകയാണ്, ശരീരം കൊണ്ടുപോയല്ലേ സാധിക്കൂ, പക്ഷേ ജീവൻ ഇവിടെ വെച്ചേക്കാം. അങ്ങനെ പരസ്പരം അവർ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിച്ചു. ജനകൻ പറയുകയാണ്, എങ്കിൽ എല്ലാവരും ഇന്ന് എന്നോടൊപ്പം ആഹാരം കഴിക്കണം. അത് കേട്ട ഉടനെ തന്നെ നന്നായി നന്നായി എന്ന് എല്ലാവരും സമ്മതിച്ചു. ജനക മഹാരാജാവ് വേഗം തന്നെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. കുളി കഴിഞ്ഞു. എത്തിയവർക്കെല്ലാവർക്കും വിശിഷ്ടമായ അന്നവും 50 വിഭവങ്ങളും വിളമ്പി. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആഹാരമൊക്കെ കഴിച്ചു. ആഹാരത്തിനു ശേഷം എല്ലാവർക്കും തൈരും പാലുമൊക്കെ നൽകി. എല്ലാവർക്കും തൃപ്തിയായി. അതിനുശേഷം അവർ കർപ്പൂര താമ്പൂലവും ഒക്കെ കഴിച്ചിട്ട് തങ്ങളുടെ വായ ശുദ്ധമാക്കുകയും ചെയ്തു. ആ രാത്രി കൂടി അവരെല്ലാവരും അവിടെ താമസിച്ചു. പിറ്റേ ദിവസം എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി അയോധ്യയിലേക്ക് യാത്ര തിരിക്കുകയാണ്. 4 സഹോദരന്മാരും 4 പല്ലക്കുകളിൽ കയറി. അങ്ങനെ എല്ലാവരും അങ്ങനെ യാത്ര തിരിച്ചു. വസിഷ്ഠനും ദിവ്യരഥത്തിൽ കയറി. ദശരഥൻ വസിഷ്ഠനോട് പറയുകയാണ്, ചില ദുശ്ശകുനങ്ങൾ കാണുന്നുണ്ടല്ലോ മഹർഷി. അപ്പോൾ വസിഷ്ഠൻ സമാധാനിപ്പിച്ചു, ഈ 4 പുത്രന്മാരുള്ളപ്പോൾ ആരാണ് അങ്ങേക്ക് ദോഷം വരുത്തുന്നത്? ഇങ്ങനെ പറഞ്ഞ് വസിഷ്ഠൻ ദശരഥ മഹാരാജാവിനെ സമാധാനപ്പെടുത്തി. ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് വാദ്യമേളങ്ങൾ മുഴങ്ങുന്നത് ആരു കേട്ടു? പരശുരാമൻ കേട്ടു. മിഥിലയിൽ എന്തായിരിക്കും ഇത്തരത്തിലുള്ള വാദ്യങ്ങൾ മുഴങ്ങുന്നത്? ആരോ സീതയെ വേളി കഴിച്ചു എന്ന് തോന്നുന്നു.
ഇങ്ങനെ പരശുരാമൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വധൂവരന്മാർ യാത്ര തുടങ്ങി. ജനകൻ മക്കൾക്ക് ലക്ഷം ലക്ഷം ചുംബനങ്ങൾ നൽകി മക്കളെ ആശീർവദിച്ചു. വളരെ ക്ലേശങ്ങൾ സഹിച്ച് നിന്നെ വളർത്തി. മിഥിലയെക്കുറിച്ച് എപ്പോഴും ഓർമ്മ വേണം. ഭർത്താവിൻ്റെ പിതാവിനെയും മാതാവിനെയും എപ്പോഴും സ്നേഹിക്കണം. അവരെ ബഹുമാനിക്കണം. ആരോടും യാതൊരു അസൂയയോ ദേഷ്യമോ ഉണ്ടാകാൻ പാടില്ല. വിധിവശാൽ വരുന്ന ഒന്നിനെയും സുഖമായോ ദുഃഖമായോ കാണരുത്. ഒരു കാലത്തും ഭർതൃശുശ്രൂഷ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ അച്ഛൻ മക്കളെ പറഞ്ഞ് ധരിപ്പിച്ചു. അപ്പോൾ ആശ്രിതരൊക്കെ വന്നു ചേർന്നു. അലമുറ ഇട്ടുകൊണ്ട് അവർ ചോദിക്കുകയാണ്, ജാനകി ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണോ? അപ്പോൾ എല്ലാവർക്കും വളരെയധികം സംഖ്യ അവർ ദാനം ചെയ്തു. ഈ സമയത്ത് ഒരാൾ അവിടേക്ക് വരികയാണ്. മഴുവും ഓങ്ങിക്കൊണ്ട് നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജമദഗ്നിയുടെ പുത്രൻ പരശുരാമൻ അവിടേക്ക് എത്തിച്ചേർന്നു. വാളും പരിചയും അമ്പും വില്ലും ശരീരത്തിൽ ബന്ധിച്ചുകൊണ്ട് ഭയാനകമായ വേഷത്തിൽ ഭാർഗവനതാ വന്നു നിന്നു. ദശരഥൻ പേടിച്ചുപോയി. അവർ പേടിച്ച് മുനിയുടെ പാദങ്ങൾ വണങ്ങി. മുനി അപ്പോൾ ചോദിച്ചു, ദശരഥ പറയൂ, ആരാണ് ജനക രാജധാനിയിലെ ചാപം മുറിച്ചത്? അപ്പോൾ ദശരഥൻ വളരെയധികം താഴ്മയോടുകൂടി പറഞ്ഞു, എൻ്റെ മകൻ രാമൻ. ഞാൻ കെട്ടുമ്പോൾ വില്ല് ഒടിഞ്ഞു പോയതാണ്. ഇത് കേട്ടപ്പോൾ മുനിക്ക് കോപം ഇരട്ടിച്ചു. എൻ്റെ പേര് തന്നെ മകൻ ഇട്ടു അല്ലേ? പരശുരാമൻ എന്ന പേര് പ്രസിദ്ധമല്ലേ? എന്നിട്ടും രാമൻ എന്ന മകൻ എന്തിനാണ് പേരിട്ടത്? പരശുരാമന്റെ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ രാമൻ പറയുകയാണ്, തപസ്വി ബ്രാഹ്മണോത്തമ, തെറ്റ് പൊറുക്കണം. അതും കൂടി കേട്ടപ്പോൾ പരശുരാമന് വീണ്ടും കോപം വന്നു. എന്നിട്ട് പറയുകയാണ്, അവജ്ഞയോടാണല്ലോ തപസ്വി ബ്രാഹ്മണ എന്ന് പറഞ്ഞത്. 21 പ്രാവശ്യം ക്ഷത്രിയ വംശം മുടിച്ചവനാണ് ഞാൻ. രക്തപ്പുഴ ഒഴുക്കിയ കുണ്ഠാരമാണിത്. തപസ്വി ബ്രാഹ്മണൻ എന്ന് വിളിച്ച് എന്നെ നീ അപമാനിച്ചു അല്ലേ? എൻ്റെ ഗുരുവിൻ്റെ വില്ല് ഒടിച്ചതിന് നിന്നെ ഞാൻ വധിക്കും. അങ്ങനെ ഞാൻ പ്രതികാരം ചെയ്യും. പരശുരാമന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് വിറച്ചുകൊണ്ട് അപേക്ഷിച്ചു, അല്ലയോ ബ്രാഹ്മണോത്തമ, മഹാവീര, ബാലകൻ അറിയാതെ ചെയ്ത തെറ്റ് അങ്ങ് പൊറുക്കണം. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണന് കോപം വന്നു. ലക്ഷ്മണൻ കോപത്തോടുകൂടി ഇടപെട്ടു. പറഞ്ഞു നിൽക്കുന്നതെന്തിന്? വീരന്മാരുടെ പ്രവൃത്തി ആരംഭിക്കാം. താങ്കൾ ക്ഷത്രിയരെ നശിപ്പിച്ച കാലത്ത് രാമനും ലക്ഷ്മണനും ജനിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ആര് പറയുകയാണ്? ലക്ഷ്മണൻ പറയുകയാണ്. ലക്ഷ്മണന്റെ വാക്കുകൂടി കേട്ടപ്പോൾ പരശുരാമന് കോപം വർദ്ധിച്ചു. പരശുരാമൻ പറയുകയാണ്, പഴയ വില്ലിൽ ഞാൻ കെട്ടിയപ്പോൾ ഒടിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഇതാ എൻ്റെ വിൽ, ഇതിൽ നീ ഞാൻ കെട്ടുക. അപ്പോൾ സീതാദേവി തല താഴ്ത്തിക്കൊണ്ട് വിചാരിക്കുകയാണ്, ഒരു തവണ വില്ല് മുറിച്ചാണ് എന്നെ വിവാഹം കഴിച്ചത്. ഇപ്പോൾ ഭാർഗവമുനി മറ്റൊരു വില്ലും കൂടി കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് ഇനിയും എത്ര സപത്നിമാരുണ്ടാകുമോ ആവോ? ഇങ്ങനെ ദേവി ചിന്തിക്കുകയാണ്. ഭൃഗുരാമൻ വില്ലു കൊടുത്തപ്പോൾ രഘുരാമൻ മരിച്ചാൽ മരിക്കട്ടെ എന്ന ഭാവത്തിലാണ് അത് വാങ്ങിയത്. പ്രസന്ന ഭാവത്തോടു കൂടി ലക്ഷ്മണനോട് രാമൻ പറയുകയാണ്, മുനിവരൻ ഈ ധനുസിനെ മഹത്വമുള്ളതാക്കിയിരിക്കുന്നു. വീരലക്ഷ്മണ,
ഞാനിത് കുലച്ച് ഞാൻ മുറുക്കിയാൽ എനിക്ക് ഒരു ബാണം നീ നൽകണം. രാമന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ പരശുരാമന് ഒരു കുബുദ്ധി തോന്നി. രാമന്റെ കയ്യിൽ ഒരു ബാണം നൽകി. രാമൻ ആ ബാണത്തോടൊപ്പം ഭൃഗുരാമന്റെ തേജസ് ആകെയും നശിപ്പിച്ചു. ഇപ്രകാരം തേജസ് നഷ്ടപ്പെട്ട പരശുരാമൻ വെറും ഒരു ബ്രാഹ്മണനായി തീരുകയും ചെയ്തു. അപ്പോൾ രഘുരാമൻ പരശുരാമനോട് പറഞ്ഞു, നോക്കൂ മുനിപുത്ര, ഞാൻ എന്തിനാണ് വില്ലു കുലച്ച് ഞാൻ കെട്ടുന്നത്? ഞാൻ വില്ലു കുലച്ചാൽ താങ്കളുടെ വില്ലും അമ്പും കൊണ്ട് താങ്കളെ തന്നെ എനിക്ക് വധിക്കേണ്ടതായി വരും. ഇങ്ങനെ പറഞ്ഞിട്ട് രാമൻ വീണ്ടും ലക്ഷ്മണനോട് ചോദിക്കുകയാണ്, മുനി പറഞ്ഞതനുസരിച്ച് ഞാൻ വില്ലു കുലയ്ക്കട്ടെ ലക്ഷ്മണ? അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ജ്യേഷ്ഠ, വില്ലു കുലച്ച് എല്ലാവരുടെയും ഭയം അങ്ങ് അകറ്റുക. രാമൻ വില്ലു വളച്ചു, അതിൽ ഞാൻ കെട്ടി ഞാണൊലി ഇട്ടു. അപ്പോൾ ആകാശം മാറ്റൊലി കൊണ്ടു. പാതാളത്തിൽ വാസുകിയും സ്വർഗത്തിൽ ദേവന്മാരും ആ ശബ്ദം കേട്ട് ഞെട്ടി വിറച്ചു. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഞാനിതാ വില്ലു കുലച്ചിരിക്കുന്നു, ധൈര്യമായി ഇരുന്നു കൊള്ളുക, ഒട്ടും തന്നെ ഭയപ്പെടേണ്ട. ഇങ്ങനെ പറഞ്ഞ് രാമൻ ചെറുതായൊന്ന് ചിരിച്ചു. അതിനുശേഷം എല്ലാവരും കാണെ വില്ലുയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുനി ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ മുനിയെ വധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ബാണം വെറുതെ ആകാനും പാടില്ല. ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി അടയ്ക്കണമോ പാതാള ലോകത്തെ ഉപരോധിക്കണമോ നിങ്ങൾ പറയുക. അപ്പോൾ ഭാർഗവരാമൻ പറയുകയാണ്, അങ്ങയുടെ ആജ്ഞ പോലെ. ഞാൻ അങ്ങയെ തിരിച്ചറിഞ്ഞു. സാക്ഷാൽ നാരായണനാണ് അങ്ങെന്ന് എനിക്ക് ബോധ്യമായി. ധർമ്മത്തിലൂടെയാണ് സ്വർഗത്തിൽ എത്തേണ്ടത്. എൻ്റെ സ്വർഗപദം അങ്ങ് ഉപരോധിച്ചോളൂ. ഇത് കേട്ടപ്പോൾ രാമൻ ഒരു ബാണം അയച്ചു. ആ ബാണം പരശുരാമൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയെ ഉപരോധിച്ചു. അതിനുശേഷം പരശുരാമൻ ശ്രീരാമനെ സ്തുതിച്ചു. മുനി നിത്യധാമത്തിൽ തപസ്സിനായി പോവുകയും ചെയ്തു. അങ്ങനെ പരശുരാമൻ നാരായണമൂർത്തിയുടെ അവതാരമാണ് സാക്ഷാൽ ശ്രീരാമൻ എന്ന് തിരിച്ചറിയുകയും തൻ്റെ അഹങ്കാരം ഉപേക്ഷിക്കുകയും തപസ്സിനായി പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം ആശ്വാസം ആവുകയും ചെയ്തു. കളഞ്ഞുപോയ മുതൽ തിരികെ കിട്ടിയതുപോലെ ദശരഥൻ ആനന്ദിച്ചു. മകനെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് രാമനെ അദ്ദേഹം മടിയിലിരുത്തി മുഖത്ത് ലക്ഷം ലക്ഷം ചുംബനങ്ങൾ നൽകി. രാജാവ് വസിഷ്ഠനോട് പറഞ്ഞു, മഹർഷിയെ ഇനി വൈകണ്ട. അങ്ങനെ വിവാഹ ഘോഷയാത്ര അയോധ്യയിലേക്ക് പോവുകയാണ്. രാമൻ പോകുന്ന വഴിക്ക് സിദ്ധാശ്രമം സന്ദർശിച്ചു. മുനിവരന്മാരെ നമസ്കരിച്ചു. മുനിപത്നിമാർ രാമനെയും സീതയെയും കാണാനായിട്ട് വന്നു. അവരെയും നമസ്കരിച്ചു. എല്ലാവർക്കും സന്തോഷമായി. അവർ പറഞ്ഞു, ഇവരുടെ അച്ഛനും അമ്മയും ധന്യരായി. ഗുണങ്ങളിൽ രാമനെ പോലെ തന്നെയാണ് സീതയും. ഇങ്ങനെ പറഞ്ഞ് മുനിപത്നിമാർ അവരെ ആശീർവദിച്ചു. അതീവ സന്തോഷത്തോടുകൂടി എല്ലാവരും സ്വദേശങ്ങളിൽ ചെന്നിറങ്ങി. അയോധ്യയിൽ ആനന്ദം അലയടിച്ചു. വൃദ്ധരും ബാലരും നാരിമാരും എല്ലാവരും ആനന്ദത്തിൽ മുഴുകി. പല നിറത്തിലുള്ള കൊടികൾ എല്ലായിടത്തും പാറിക്കളിച്ചു. ആകാശം ശോഭിച്ചു. കുലവധുക്കളും കുമാരിമാരും നിറദീപങ്ങളുമായി ഓരോ വീടിൻ്റെയും വാതിക്കൽ വന്നു നിന്ന് വധൂവരന്മാരെ വരവേറ്റു.
മാമ്പഴച്ചാർ നിറച്ച സ്വർണകുംഭങ്ങൾ അവർ അർപ്പിച്ചു. വെറ്റിലപ്പാക്കും നാളികേരവും വാഴപ്പഴവും അവർ നൽകി. ദശരഥൻ ഗ്രാമപ്രദക്ഷിണം ചെയ്തു. അവർ കൊട്ടാരത്തിൻ്റെ വാതുക്കൽ എത്തിച്ചേർന്നു. 3 റാണിമാർ, കൗസല്യയും കൈകേയിയും സുമിത്രയും 4 പുത്രവധുക്കളെ എതിരേൽക്കുവാനായി അവിടേക്ക് എത്തിച്ചേർന്നു. ആചാരമര്യാദ അനുസരിച്ച് സുവർണ കലശങ്ങളുമായി 4 പേരെയും അമ്മമാർ എതിരേറ്റു. അമ്മമാർ എളിയിൽ കലശവും ശിരസിൽ താലവുമേന്തി ശുഭമുഹൂർത്തത്തിൽ യുവറാണിമാരുടെ മുഖം കണ്ടു. ചന്ദ്രമുഖം കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. മണിമയമായ ആഭരണങ്ങളും ഭൂഷണങ്ങളുമായി രാമനു കിട്ടിയ ഉപഹാരങ്ങൾ കൊണ്ട് അയോധ്യയിലെ ഭണ്ഡാരം നിറഞ്ഞു. സീതാദേവിക്കും വിവാഹ സമ്മാനങ്ങൾ ഏറെ കിട്ടി. സ്വയം ലക്ഷ്മിയായ ദേവിക്ക് പക്ഷേ ഒന്നിലും ഒരു കൗതുകം തോന്നിയതും ഇല്ല. ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ചെന്ന് റാണിമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ചിരഞ്ജീവിയാകട്ടെ, സത്പുത്രന്മാരുണ്ടാകട്ടെ, സമ്പത്തുകൾ ലഭിക്കട്ടെ എന്നിങ്ങനെ അമ്മമാർ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. 4 പുത്രന്മാരുടെയും 4 പുത്രവധുക്കളുടെയും മുഖം കണ്ടിട്ട്, അവരുടെ സന്തോഷം കണ്ടിട്ട് ദശരഥ മഹാരാജാവിൻ്റെ മനസ്സ് വല്ലാതെ കുളിർത്തു. സ്വർഗത്തിൽ പുരന്ദരൻ എന്നതുപോലെ ദശരഥ മഹാരാജാവ് അയോധ്യയിൽ വാണു. അങ്ങനെ അയോധ്യയിൽ ദശരഥ മഹാരാജാവും രാജാവിൻ്റെ 3 ഭാര്യമാരും 4 മക്കളും 4 വധുക്കളും എല്ലാവരും ചേർന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിച്ചു പോന്നു. രാജ്യം, അയോധ്യ രാജ്യം മുഴുവനും ആനന്ദിച്ചു. ശ്രീരാമൻ അവരുടെ അഭിമാനമായി മാറി. ഹരേ കൃഷ്ണ. ഇതോടുകൂടി ബാലകാന്ഡം അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. അടുത്ത അധ്യായം അയോധ്യാകാന്ഡം. അവിടെയാണ് ശ്രീരാമചന്ദ്രനെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നതും പിന്നീട് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും എല്ലാം. ഇവിടെ അന്ധകമുനി രാജാവിനോട്, ദശരഥ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പുത്രനുണ്ടായി 11 വർഷം കഴിയുമ്പോൾ താങ്കൾക്ക് പുത്രദുഃഖം കൊണ്ട് മരണം സംഭവിക്കും എന്നെ പോലെ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ രാമന് 11 വയസ്സ് കഴിഞ്ഞ് 12ാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്തത്. ആ 12ാമത്തെ വയസ്സിൽ തന്നെയാണ് ദശരഥ മഹാരാജാവിൻ്റെ മരണവും നടക്കുന്നത്. അത് മുനിയുടെ ശാപത്തിൻ്റെ ഫലമായിട്ടാണ്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.